ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഓപ്ഷൻ 3 ശരി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ജലസേചന പദ്ധതി കേരളത്തിലെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തതേത്? സുമതി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത്? ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കർ. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം. താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എല്ലാം ശരിയാണെന്നുള്ളതാണ് വരുന്നത്. ഇന്ത്യയുടെ തെക്കുവടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഇന്ദിരാ കോളി, ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. 17ൻ്റെ ആൻസർ വരുന്നത് 2, 4 മാത്രം ശരിയെന്നുള്ളതാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഏതാണ്? ഭക്രാനങ്കലാണ് ഇവിടെ വരേണ്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. അത് രണ്ടും തിരിച്ചാണ് വന്നിരിക്കുന്നത്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 235 എഴുതിയിട്ട് വേണമെങ്കിൽ വരാം. 235. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 2. 1, 3 ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒന്നും 3 വരുന്നത്. സോറി. ദേശീയ വന നിയമം നിലവിൽ വന്ന വർഷം 1988 ആണ്. ദേശീയ വന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉൽപ്പാദനത്തിനും വരുമാനത്തിലുള്ള വർധനവും. 3 മാത്രം എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 19ൻ്റെ ആൻസർ വരുന്നത് 1, 3 വരുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. ദേശീയ വന നിയമം 1988. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയത് സിഗ്ഗാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. താഴെ പറയുന്ന പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 26ൻ്റെ ആൻസർ വരുന്നത്
2ഉം 4ഉം ശരിയെന്നുള്ളതാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷകഘടകങ്ങളായ വില്ലസിൽ നിന്ന് കരളിലെത്തിക്കുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ്. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണ് കാർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? 32. പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി 33ൻ്റെ ആൻസർ വരുന്നത് നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം 36ൻ്റെ ആൻസർ 3 പേർക്ക് ലഭിച്ചു. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. താഴെ പറയുന്ന പ്രോട്ടോസോവ രോഗമേത്? മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഏതാണ് വരുന്നത്? വില്യം ബെൻഡിക് പ്രഭു. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയേത്? 42ൻ്റെ ആൻസർ വരുന്നത് 1 മാത്രം ശരിയെന്നുള്ളതാണ്. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യസമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് ആയി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? സമ്പാദ കൗമുദി. പിന്നെ ഏതാ ഉള്ളത്? മിറാത്തുൽ അക്ബർ. 3ഉം 4ഉമാണ് വരുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ തന്നിരിക്കുന്ന ഒരു ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ്? 48ൻ്റെ ആൻസർ വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകളിൽ കാണപ്പെടുന്ന ഭാഗം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം വൈറ്റമിൻ എ. കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ഏതാണ്? 50ൻ്റെ ആൻസർ വരുന്നത് നാളികേരമാണ്. ചേരുംപടി ചേർക്കുക. വരാഹമിഹിരൻ 51 ബി ആണ് വരുന്നത്. വരാഹമിഹിരൻ ലഘുജാതകം. കാളിദാസൻ വിക്രമോർവശിയം. വിശാഖദത്തൻ മുദ്രരാക്ഷസം. ശുദ്രകൻ മൃച്ഛകടികം. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV C-57. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്തെ കോംതെ. 2022 ഫിഫ ഫുട്ബോൾ വേൾഡ് ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിനം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ്? രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. 58ൻ്റെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിരിക്കുന്ന ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസ്സും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കുന്നില്ല, നശിക്കപ്പെടുന്നില്ല. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുക്കളും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകൾ 2 മാത്രം ശരിയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? 61. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1812 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുരിശ് കലാപത്തിൻ്റെ കാരണം? 62ൻ്റെ ആൻസർ വരുന്നത് എല്ലാം ശരിയെന്നുള്ളതാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? 63 പാലക്കാട് ജില്ലയിലാണ്. EV രാമസ്വാമി നായക്കരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൻ്റെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് കോലത്ത് നാട്ടിലായിരുന്നു. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനം? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയ്ക്കാണ്? ശതമാനാടിസ്ഥാനത്തിലാകുമ്പോൾ വയനാടിനാണ്. പാതിരാ മണൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. F ആകൃതിയുള്ള കേരളത്തിലെ കായലാണ് ശാസ്താംകോട്ട കായൽ.
താഴെ പറഞ്ഞതിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത പ്രദേശവും വരയാട്, ഇരവികുളം, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, റീഡ് തവളകൾ എവിടെയാണ്? ചിന്നാർ. അപ്പോൾ ഏത് ആൻസർ വരുന്നത്? 70. ആൻസർ വരുന്നത് സി ആണ്. ചാമ്പൽ മലയണ്ണാൻ B3. ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ. റീഡ് തവളകൾ 1A4 ആണ്. കക്കയം, റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ, സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട് ഇരവികുളം. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? 72. ആൻസർ ഏതാണ്? അവസാനത്തെ ഭേദഗതി ഏതാണ് വരുന്നത്? 72. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംഭരണവുമായി ബന്ധപ്പെട്ട് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഏതൊക്കെയാണ്? 1ഉം 3ഉം മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? 74. ആൻസർ വരുന്നത് 1, 2, 3 ആണ് വരുന്നത്. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഏതൊക്കെയാണുള്ളത്? ഇതിൻ്റെ ആൻസർ വരുന്നത് 75. ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ് വരുന്നത്. 10+2+3 മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകൽ. ത്രിഭാഷാ പദ്ധതി മുതലിയാർ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ്. ഇന്ദിരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദിരാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമുള്ളത് ഇന്ത്യക്ക് ആണ്. ഇന്ത്യയിലെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഒറ്റയാന് 47. 1,00,000 എത്ര 100 1000. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം? അതിൻ്റെ ആൻസർ 3. രാമൻ ഒരു ക്യൂവിൽ നിന്ന് 9ാമനും പിന്നിൽ നിന്ന് 15ാമനുമാണ്. എന്നാൽ ക്യൂവിലാകെ എത്ര പേർ? 23 പേര്. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം 2052. മാർക്ക് ചെയ്ത PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. പൈത്തഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏത്? 8, 7, 3. 5 + 2 × 3 - ഇതിൻ്റെ ആൻസർ 8.5. ഇതിൻ്റെ ആൻസർ ഇല്ല. 3.5 ആണ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നത് വലിയ സംഖ്യ 17/5. 1.1 × 1.11ൻ്റെ വില 1.221. 3 + 6 + 9 + etc. അതിൻ്റെ ആൻസർ 1395. ABയുടെ അച്ഛനാണ്. അതിൻ്റെ ആൻസർ ഭാര്യ. ഒരു കോഡ് ഭാഷയിൽ FM PQC ഹോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ ILGDC നൈഫ്. ഇതിൻ്റെ ആൻസർ 94th ആൻസർ വരുന്നത് 12 ആണ്. Xഉം Yയും ഒറ്റ സംഖ്യയാണെങ്കിൽ X + Y ഇരട്ട സംഖ്യ ആയിരിക്കും. X/√of X/221 അതിൻ്റെ ആൻസർ 884. 10 സംഖ്യകളുടെ ശരാശരി 23. ഓരോ സംഖ്യയുടെ 4 കൂട്ടിയാൽ കിട്ടുന്ന ശരാശരി 23 4 27. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്കാകുമ്പോൾ 8000 രൂപ. ഒരാൾ Aയിൽ നിന്ന് അത് 48 ആണ് വരുന്നത്. അടുത്തതിൻ്റെ ആൻസർ വരുന്നത് 71. നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.